ദർശന സംസാരി എന്തൊക്കെയാണ് ഭാവി പരിപാടി എന്താണ് ആക്ച്വലി? ഞാൻ അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. തീരുമാനിച്ചിട്ടൊന്നുമല്ല. ദർശന സിംഗിൾ ആണോ? സിംഗിൾ ആണ്. സിംഗിൾ ആണ്. റെഡി ടു മിങ്കിൾ. നല്ലൊരു പയ്യൻ വന്ന സിറ്റിയില് നല്ല പയ്യന്മാരൊന്നും ഇല്ലല്ലേ? സിറ്റിയില് നല്ല പയ്യന്മാരുണ്ട്, പക്ഷേ അവർക്ക് എന്നെ കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണല്ലോ. ദർശന എങ്ങനെയാണ്? ടൈപ്പ് എങ്ങനെയാണ്? ദർശന ആംഗ്രി ആണോ അതോ കാം ആൻഡ് ക്വയറ്റ് ആണ്? വാസു അതൊരു പ്ലസ് പോയിന്റ് ആണ് കേട്ടോ. കേട്ടില്ല. ഈ കാം ആൻഡ് ക്വയറ്റ് മനസ്സിലായോ? ഈ അടിച്ചു കിട്ടാത്ത ഒരു പ്രകൃതമാണ് ദർശന. ദർശനെ ഈ ഷോർട്ട് ഫോമിൽ എങ്ങനെ വിളിക്കുന്നത്? ദർശു എന്നാണോ ദർന്നാണോ? ആണല്ലേ? ഇതിപ്പോഴേ ഞാൻ വിളിക്കുന്നുണ്ടോ സിറ്റിയില്? ടപ്പിക്കണ്ണന്മാര് കാണുമല്ലോ ഇതിന്റെയൊക്കെ പുറകെ നടക്കുന്ന വാലിപ്പിച്ചിട്ട് അമ്മരൊക്കെ വിളിക്കിങ്ങനെ ദർശു 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 എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ എന്തായാലും ഇന്നലെ കാണില്ല, അറിയത്തില്ല. ഇതൊക്കെ ഇന്നലൊക്കെ കാണും. മോളിൽ പുറകെ ഏതൊരു ടപ്പിക്കണ്ണന്മാരെ നടന്നിട്ടുണ്ടോ? എന്റെ പൊന്നെ കൊച്ചെ എന്തോ ചോദിച്ചാലും അങ്ങനെ അങ്ങനെയെന്ന് പറഞ്ഞു നടക്കുന്ന ഒന്നെങ്കിൽ ഉണ്ടെന്ന് പറയില്ലെങ്കിൽ ഇല്ലാന്ന് പറയും. നീ എന്തെങ്കിലും സംസാരിക്കേ. ഞാൻ കാര്യം പറയട്ടെ മോളെ, ഇതുവരെ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കി സംസാരിക്കാത്ത ഒരു ചെറുക്കൻ സിറ്റിയിലുണ്ടെങ്കിൽ, ഞാൻ വരെ സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കി സംസാരിക്കാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ മോളൊന്ന് TPP അടിച്ചിട്ട് ഒരു മിനിറ്റ് TPP അടിച്ചിട്ട് ഫ്രണ്ടിലോട്ടം നോക്കിയാണ് ഒരു ചെറുക്കനെ കാണുന്നുണ്ടോ? ആ ചെറുക്കൻ ഇതുവരെ സിറ്റിയിൽ നമ്മുടെ വാസു അവൻ അത് നാണോ കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഉണ്ടായിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണമാണ്. ഈ ചേട്ടന്റെ സ്ഥാനത്ത് തന്നെ അല്ലല്ല, ഞാൻ അധികം അങ്ങനെ സംസാരിക്കുന്ന ടൈപ്പല്ല. ഞാൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളെ തുടരണം. ഇതിപ്പോ ഇറങ്ങിയിട്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ഒന്ന് ഇറങ്ങുമോ? തൊട്ട് സംസാരിക്കേ. കൊച്ചു പേടിക്ക് ജോഗി വേണ്ട. വാസു വണ്ടി എടുത്തു മതി. വാസു വണ്ടി എടുത്തോളാം, എനിക്ക് വയ്യ ഓടിക്കാൻ. അത്രയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട വരും എനിക്ക്. അതൊക്കെ ചെയ്യണമെങ്കിൽ ഈ ടാപ്പിംഗ് സ്പീഡ് ഭയങ്കര കുറവാണ് എനിക്ക്. എന്താ ചോക്കി കേട്ടില്ല? അല്ലല്ല, കോൺസെൻട്രേറ്റ് ഒന്നും ചെയ്തല്ല. പറഞ്ഞോ, എന്തുപറ്റി? അല്ല ഞാൻ ചോദിച്ചാണ് ഇത് നമ്മളെ ഫോളോ ചെയ്യുന്നേ. നീ എന്താ ഇങ്ങനെ പുറകെ വരുന്നേ? അടി വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യപ്പെടാ? അടി വന്നാൽ ഞാൻ വാതിൽ വീശിക്കോളാം. എന്റെ അടിയിൽ ഇരിപ്പുണ്ട്. അല്ല നീ എന്തിനാ നമ്മുടെ പുറകെ നടക്കുന്നേ? ഓരോരുത്തന്മാര് മണപ്പിച്ച് നടക്കും. നാടകടി വല്ലായിരുന്നോ? ജോക്കി ഒരാളുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണോ ജോക്കി? അല്ല ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വാക്ക് വന്നതേ. സിമുലേറ്റർ കളിച്ചു വെച്ചിരിക്കുമ്പോ ഇങ്ങനെ സുഹൃത്താ അതും തുടങ്ങിയത്. ഞാനീ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഡപ്പിക്കണ്ട ദർശന ഈ എന്താണ് ഭാവി പരിപാടി? അല്ല അത് പെട്ടെന്ന് അല്ല എന്താണ് ദർശനയുടെ ഭാവി പരിപാടി? എന്തൊക്കെയാ ചോദിക്കണേ? അല്ല അത് പെട്ടെന്ന് എന്റെ വായി മൊത്തം സ്ലിപ്പ് ആവുക. അപ്പൊ ദർശന എന്താണ് ഭാവി പരിപാടി? ദർശന ജോലി കൂലിയൊന്നും ഇല്ല. അന്ന് നമ്മുടെ PA ആയിട്ട് വന്ന ഓർമ്മയില്ലേ ജോക്കി? മറ്റേ ഇന്റർവ്യൂവിന് വേണ്ടിയാ ഞാൻ ഈ റേഡിയോ നിലവിളിയും എന്താ ബന്ധാവേ? ഞാൻ പറയുന്നത് ദർശന എടുത്തപ്പോ ഒരു കാര്യം പറയട്ടെ. വാസുവിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണല്ലോ. നല്ല അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സിറ്റിയില് ഏറ്റവും നല്ല ഏറ്റവും നല്ല ഫ്രണ്ടാണ്. അടുത്ത ഫ്രണ്ടാണ്. വണ്ടിക്കകത്ത് വെള്ളം വെക്കുവോ? വെക്കാലോ. ബാക്കി പറഞ്ഞു. ബാക്കി പോട്ടെ. വെച്ചിട്ടുണ്ടേ. ഞാനീ പറയുന്ന അതൊന്നും അല്ല, മനസ്സിലായോ? ഈ ഒരു സാധനത്തില് ദർശനയ്ക്ക് വലിയ ഇതിപ്പം ദർശന
വാസുവിനെ നല്ല സുഹൃത്തല്ലേ? ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കളാണ്. എന്താണോ അങ്ങനെ ചോദിച്ചേ? അല്ല എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? എന്തേലും പറയണക്കടാ. അല്ല ഞാനിങ്ങനെ ഇതെല്ലാം ഞാൻ ചോദിച്ചതാണ് മോളെ. എന്താണ് ഒരു ഇതെന്ന് ഇതാണ്. അണ്ണുവിന് എന്തെങ്കിലും സംശയം അങ്ങനെ എന്തെങ്കിലും? ദർശന അണ്ണ പറ. വീടെവിടാ? വീട്ടിലിറക്കാനാണോ? അല്ല ജസ്റ്റ് ചോദിച്ചത് കോൺവെർസേഷൻ. വീട് നമ്മുടെ മുതുക്കിന്റെ ഒക്കെ മേളിലായിട്ട് വരും. മുതുക്കിന്റെ മേളിൽ ഗാരേജിന്റെ ഒക്കെ മേൾ സൈഡിലായിട്ട് വരും. എന്താ അയച്ചത്? ഞാൻ പെട്ടെന്ന് പറ. ഞാൻ പെട്ടു. വണ്ടി സൈഡിലോട്ട് ഒതുക്കുമോ? വാസം ഒന്ന് ഇറങ്ങി ഒരു മിനിറ്റ്. അവൻ ഉണ്ട കൊടുക്കാനുണ്ടോ? ഞാൻ റീവാറിന് വാങ്ങിച്ചേ. എടാ ഞാൻ എന്തുവാ പറഞ്ഞെന്നറിയാവോ? ഞാൻ എന്തുവാ പറയണ്ടേന്ന് ചോദിച്ചപ്പോ ഞാൻ പെട്ടെന്ന് പറയാനാ ഒരു ഇതി പറഞ്ഞതാ. അല്ലാതെ ഞാൻ പെട്ടു എന്തുവാണ്? എന്തോ നീ മൊണ്ണയാണോ? നീ മൊണ്ണ. ഞാൻ പെട്ടു എന്തോ പെടാൻ എന്തോ ഡയലോഗ് അടിക്കാൻ വരുമായിരിക്കും ജോക്കി അങ്ങനെ ഞാൻ പറയുമ്പോ. എടാ ഞാൻ എന്തൊരു പെണ്ണിനെ ഡീൽ ചെയ്യാൻ പോലും പറഞ്ഞിട്ടാ. ജോക്കി സത്യമായിട്ട് ഞാൻ വിചാരിച്ചെന്ന് വെച്ചാ എന്നോട് ഞാൻ പെട്ടു എന്ന് പറയുമ്പോ ജോക്കി എന്തേലും മറ്റേ പിക്കപ്പ് ലൈനോ അങ്ങനെ എന്തെങ്കിലും സാധനം കൊണ്ടുവരാനായിരിക്കും. പിക്കപ്പ് ലൈൻ കൂടെ ഉണ്ടാക്കി തരാം നിനക്കൊക്കെ. ഇനി ചെയ്തു തരുന്നത് മോനെ. പിക്കപ്പ് ലൈൻ കൂടെ ഉണ്ടാക്കി തരാൻ ജോക്കി എന്തോ ഡയലോഗ് അടിക്കാൻ വേണ്ടിട്ട് എന്നെ കൊണ്ട് പറയും. അവനെ പെട്ടെന്ന് പറഞ്ഞ എന്തോന്നറിയാവോ? എന്താ ഇതായിരിക്കും. എനിക്ക് മനസ്സിലായില്ല. ചിന്തിച്ചു നോക്ക് എന്തായിരിക്കും. എനിക്ക് ചിന്തിച്ചിട്ട് കിട്ടുന്നില്ല. അവന്റെ മനസ്സ് എവിടോ പെട്ടുപോയെന്നാണ് അവൻ ഉദ്ദേശിച്ചത് ആക്ച്വലി. ഇപ്പൊ മനസ്സിലായി. പെട്ടുപോയ മനസ്സ് അതിപ്പോ ഞാൻ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നടക്കാതിന് വിഷമിച്ചിരിക്കുന്ന തിരക്കം പെട്ടുപോയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കൊച്ചെന്തിനാ വെച്ചാൽ അത് വേറെ രീതി എടുക്കുന്നേ. ഇവിടെ പി എൽ പ്രീവാർ കളിക്കാൻ പറ്റില്ല. ഞാനാണെങ്കിൽ തോക്ക് ഉണ്ടാക്കിയെടുത്ത് ഇറങ്ങിയതാ. അത് പോയി വെടിവെക്കാൻ പോലും പറ്റില്ല. അത് വെടിപ്പോലും ഒരുത്തനെ വെടിവെക്കാൻ പറ്റില്ല എനിക്ക്. ദർശന സിറ്റിയിലെ വായ്ത്താളം അടിച്ച് മാത്രം നടക്കുന്നവർക്ക് അല്ലാതെ കഴിവുള്ളവന്മാർക്ക് മാത്രം കിട്ടുന്ന ഒരു സാധനമാണ് ടർഫ്. ഇത് ഞങ്ങളുടെ ഒരു ടർഫാ, മണി ടർഫ്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? വേണം ചുറ്റും കണ്ടോ? അധികം ആൾക്കാരുടെ കയ്യിലില്ല. 2 നമ്മളെ തന്നെ. അതൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ കൊടുക്കേണ്ടത്. എന്നൊരു കാര്യം ചെയ്യും. അകത്തോട്ട് കക്കൂസോടെ കഴുകി. എടാ നിനക്കൊന്നും വയ്യേടാ. നിനക്കൊന്നും മലയാളം മുകളിൽ അങ്ങാണ് കൊണ്ടുപോടാ. ഇതൊക്കെ ഞാൻ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്യിക്കുന്നതല്ലേ. ഇത് നമ്മൾ കഷ്ടപ്പെട്ട് അടിച്ചെടുത്തതല്ലേ. എന്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് എന്റെ അസറ്റ്സ് എന്നൊക്കെ പറഞ്ഞ ഇതല്ലേ ജോക്കി. കേട്ടോ? കേൾക്കുന്നില്ല. കേക്കാവോ? ഹലോ ഇപ്പൊ കേക്ക്. ജോക്കി ഞാനൊരു ഗാങ്സ്റ്റർ അല്ലേ. എന്റെ അസറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ ടർഫ്. ഇത് റൊമാൻറ്റിക് അല്ലേ ഇതൊന്നും? എടാ ഞാനൊരു കാര്യം പറഞ്ഞിട്ടാ നിന്റെ അടുത്ത്. എന്നാ റാഞ്ചി കൊണ്ടുപോവാ. ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ വണ്ടി എടുക്കാം. നിങ്ങൾ കേറ്. വണ്ടി കണ്ടെടുക്കാം. എന്തോ എന്താ ഹലോ അതെന്താ അങ്ങനെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ ഇപ്പൊ കേൾക്കണം. നല്ല രീതിയിൽ കേൾക്കാം. ഞാൻ പേടിച്ചു പോയി. പിന്നെ അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞൊന്നും കേൾക്കുന്നില്ല. അപ്പൊ ദർശന ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദർശനയുടെ വീട്ടിലാരൊക്കെയുണ്ട്? എനിക്ക് സത്യം പറയാൻ അനാഥ. അല്ല എന്നെ ദത്തെടുത്ത് ഈ സിറ്റിയിൽ ഒരു കല്ല് ഇറക്കി മുകളിലോട്ട് ഇട്ട് അത് വീഴുന്നത് അനാഥയുടെ തലയിലായിരിക്കും. ഒരു അനാഥയുടെ തലയിലായിരിക്കും.
ലോകത്തുള്ള എല്ലാരും അനാഥന്മാര്. ഒന്ന് variety ഇതെങ്ങനെ ജനിച്ചു ഇവരെല്ലാണോ? ദത്തെടുത്ത് വളർത്തുന്ന അച്ഛനുണ്ട്. അല്ല ഒന്ന് വെറൈറ്റി മാറ്റി പിടിച്ചിട്ട് എന്റെ അച്ഛൻ ഉണ്ടായിരുന്നു പണ്ട് വീട് വിട്ടു പോയി പിന്നെ തിരിച്ചു വന്നു വേറൊരു അമ്മയായിട്ട് ജീവിക്കുകയാണ് അങ്ങനെ വല്ലതൊക്കെ പറഞ്ഞുകൂടെ ഇത് 24 മണിക്കൂർ അനാഥയാണ് ആരെടുത്ത് ചോദിച്ചാലും ജോക്കിയുടെ അച്ഛന്റെ പേരെന്താന്ന് പറഞ്ഞപ്പോഴാണ് അത് തങ്കപ്പനാശാരി നീ ഒന്ന് വെച്ചിട്ടുണ്ട് എന്നർത്ഥി ഞാനിപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരനല്ല മോളെ അപ്പൊ വീട്ടിൽ ആരും ഇല്ലേ നമുക്ക് വീട്ടിൽ ഒന്നും സംസാരിക്കണമെന്നൊക്കെ തോന്നിയാലേ ഇപ്പൊ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ദർശനയുടെ വീട്ടിൽ വന്ന് 2 മിനിറ്റപ്പം മുറുക്കൊക്കെ തിന്നണമെന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ ആരും ഉണ്ടോ അവിടെ അതുകൊണ്ട് എന്നെ എടുത്തു വളർത്തിയ എന്റെ ശിവൻ എന്നാണ് എന്റെ വളർച്ചയുണ്ട്. പഴമജീവനാ. കഴിച്ച പാമ്പൊന്നും ഇല്ലല്ലോ വന്ന കടിക്കാൻ ഇല്ല അപ്പൊ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാം ശിവനേട്ടനെ കാണാനായിട്ട് വരാം ആ ഈ ശിവൻ എന്ത് ചെയ്യുന്നു? ഏലത്തിന്റെ കൃഷിയാണ്. ഏലകൃഷി. പിന്നെ ഇതൊക്കെ വസ്തുള്ളല്ലേ? ഇത് ഞാൻ കാര്യം പറയും നമ്മൾ സ്റ്റാൻഡേർഡ് ഒക്കെ കുടുംബമാണ് ഇത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പിന്നെ എന്തിനാ ഇത്രയും വണ്ടി എടുത്തിട്ട് മലയുടെ മുകളിൽ കൊണ്ടുവന്നേ ജോക്കി ഇത് കള്ള സത്യം എന്ന് പറഞ്ഞ പുള്ളിക്ക് പണ്ട് മത്തി കച്ചവടമായിരുന്നു ഇപ്പൊ ഏലമായെന്ന് പറഞ്ഞില്ല. കാരണം ഞാൻ ഒരു കാര്യം പറയട്ടെ എന്തേലും ഒന്ന് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും നിന്നിട്ടില്ല വാസു എന്തേലും ഒന്ന് ചോദിക്കോ എന്തേലും ഒന്ന് സംസാരിക്കോ ജോക്കി, ഞാനാണോ ജോക്കി, ഞാൻ ഒരു കാര്യം സത്യത്തോട് പറഞ്ഞു ജോക്കി. എന്നെ ഇങ്ങനെ ആക്കിയത് ആരാ? പെണ്ണുങ്ങളോട് സംസാരിക്കാൻ അറിയാനൊന്നും പറ്റാതെ ഒന്നും ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ എന്നെ ഇങ്ങനെ ആക്കിയത് ആരാ? ഇപ്പൊ പറ. അത് ജോക്കിയാ. അത് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. എനിക്ക് അറിഞ്ഞുകൂടാ ഇതൊന്നും. എല്ലായിടത്തും ഞാനല്ലേ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാനിപ്പോ ഇത് ചെയ്തു തരണ്ടേ മനസ്സ് മുരടിച്ച് പോയി. പണ്ട് തൊട്ടേ ഗ്യാങ്ങിന് വേണ്ടി സംസാരിച്ച് പെണ്ണുങ്ങളുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും മറന്നുപോയി. അല്ല ഞാനിപ്പോ എന്തോ ചെയ്യണ്ടേ പറ ഒന്നും ചെയ്യണ്ട. എനിക്ക് ബാലൻ സമയമൊക്കെ ചോക്കി. കാരണം ഞാൻ അങ്ങനെ പെണ്ണുങ്ങളോട് സംസാരിക്കാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ അറിഞ്ഞുകൂടാ. അത് ഞാൻ റെഡിയിലാക്കി തരാം കറക്റ്റ് വണ്ടിയുടെ വെളി ഇറങ്ങി ഇതെന്തോ അത് കയറിയിരിക്കുന്നേ അല്ല നിങ്ങളെ രഹസ്യം പറയാൻ പോയത്. ആ ദർശന ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദർശന ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഞാൻ ഒരു കാര്യം ദർശനയുടെ ഓപ്പൺ ആയിട്ട് പറയാം. നമ്മള് ഈ ഗ്യാങ് എന്ന രീതിക്ക് നമ്മൾ ഒരു പെൺപിള്ളാരുടെ അടുത്ത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇതായിട്ടില്ല എന്തെന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കാനോ ഇതിനൊന്നും പോയിട്ടില്ല. ദർശനയ്ക്ക് ഒരു ഞാൻ അന്ന് പറഞ്ഞ ദർശനടുത്ത് പറഞ്ഞൊരു പോയിന്റ് ഓർമ്മയുണ്ടോ? ദർശനയ്ക്ക് സിറ്റിയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ചെറുക്കൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്റെ പറഞ്ഞിരിക്കുന്ന ഇവ മാത്രമാണ്. പക്ഷെ എന്ത് ചെയ്യാം ഇപ്പൊ പോലും ദർശനയുടെ മുഖത്ത് നോക്കുന്ന സമയത്ത് കണ്ണടച്ചിട്ടാണ് നോക്കുന്നത്. കാരണം സംസാരിക്കാൻ നാണം. കണ്ണ് തുറന്നിട്ട് പക്ഷേ അതിശയോക്തി പറഞ്ഞത് അത് കണ്ണടക്കുന്ന എന്റെ പൊന്നെ. ഇവിടെ ഞാൻ ഒരു കാര്യം പറയുന്നത് വാസു ആ എന്തോ എന്നെ കാണുന്നില്ല. എന്നെ കാണുന്നില്ല എനിക്കൊന്നും. നമുക്ക് കാണാം. വണ്ടി കയറിയിട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. ഇറങ്ങി ഇപ്പൊ കാണാം. റീഫ്രഷ് അടിച്ചപ്പോ പോയി. എടി മായേച്ചിയായി കേട്ടോ. മായേച്ചിയായി ചെറുക്കൻ മായേച്ചിയായി. കോഡിനെ വിളിച്ചിട്ടൊന്നും ഞാനിത് ഇത്രയും വലുതായത്. ഹലോ ഇതാണ് പ്രശ്നം മോളെ. ഞാൻ കാര്യം പറയട്ടെ. ഇതെന്താ ഇങ്ങനെ? ഹലോ ഇതെങ്ങനെ ഇങ്ങോട്ട് പോണേ? ഹലോ ജോക്കി ഹലോ